അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്ക് കുടപിടിച്ച സർക്കാർ. ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യില്ലെന്ന് സർക്കാർ കോടതിയിൽ. പോലീസ് റിപ്പോർട്ട് വരാത്തതിനാലാണ് അറസ്റ്റ് തടഞ്ഞതെന്ന് പ്രോസിക്യൂഷൻ. സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങൾ MS വീണ നൽകും. വീണ, എന്താണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ എടുത്ത നിലപാട്? എങ്ങനെയാണ് സർക്കാരിന്റെ ഈ നിലപാടിനെ നമ്മൾ കാണേണ്ടത്? നീലിമ, ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒന്നാം കേസിലെ ലൈംഗിക പീഡനത്തിൽ ഒന്നാം കേസിൽ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചുകൊണ്ടാണ് സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പോസ്റ്റുകളിട്ടത്. ഈ പോസ്റ്റുകൾ വ്യാപകമായി ചർച്ച ചെയ്യുകയും പിന്നീട് ഈ പോസ്റ്റ് നീക്കം ചെയ്യുന്നുവെന്നും തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതുമായി ബന്ധപ്പെട്ട് താൻ പോസ്റ്റ് ചെയ്തിരുന്നുവെന്നടക്കമുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. ഈ പോസ്റ്റ് സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയാവുകയും ഈ ഫോട്ടോയടക്കം, അതായത് അതിജീവിതയുടെ ഫോട്ടോയടക്കം കോൺഗ്രസിന്റെ പല സൈബർ ഇടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളിൽ സന്ദീപ് വാര്യർക്ക് പങ്കുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിനെതിരെ അതിജീവിതയാണ് ഇതുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസിന് പരാതി നൽകിയത്. സൈബർ പോലീസ് പരാതി നൽകി കേസൊക്കെ എടുത്തിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് 5-ാം പ്രതിയായ രാഹുൽ ഈശ്വറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ മറ്റ് പ്രതികൾ കൂടിയുണ്ട്. ഇതിൽ സന്ദീപ് വാര്യരുടെ അറസ്റ്റ് ഇപ്പോൾ പ്രോസിക്യൂഷൻ തടഞ്ഞ് 15 വരെ അറസ്റ്റ് ചെയ്യാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിവരങ്ങളാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ പറയുന്നതിലെ പ്രധാന വാദം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാൽ തന്നെ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. നടപടിക്രമങ്ങൾ സാങ്കേതികമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ പരിഗണിക്കുകയാണ്. ആ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അതിജീവിത ആദ്യം പരാതി നൽകിയ ഈ ഒരു ഒന്നാം കേസിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒന്നാം കേസിൽ പരാതി നൽകിയ അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തിയാണ് പരാതി നൽകിയ. ആ പരാതി ഗൗരവത്തോടെ കാണുന്നുവെന്നും സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് ആവർത്തിച്ചടക്കം പറയുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ കേസിന് പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട് സൈബർ ഇടങ്ങളിൽ രൂക്ഷമായ തരത്തിലുള്ള ആക്ഷേപങ്ങൾ അതിജീവിതയ്ക്കെതിരെ ഉണ്ടായത്. കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു. അതിനുള്ള വ്യക്തമായ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ടാണ് സൈബർ പോലീസിന് അതിജീവിത പരാതി നൽകിയത്. പരാതി നൽകി നടപടി സ്വീകരിക്കുമെന്നാണ് അതിജീവിതയ്ക്കൊപ്പമെന്ന് പറയുന്ന സർക്കാരാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വലിയൊരു അലംഭാവം ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതുവരെയായിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രോസിക്യൂഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. 15 വരെ അറസ്റ്റ് ഇല്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽസ് കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം കേട്ടത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കിടയിലാണ് പ്രോസിക്യൂഷൻ ഈ ഒരു വാദം കോടതി അറിയിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ രാഹുൽ ഈശ്വറിന്റെയും കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നിന്ന് സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നീലിമ.